ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം കൺവീനറാണ്. അതാണ് അദ്ദേഹത്തിന്റെ നിലവിലെ പോസ്റ്റ്, ഇന്ന് വന്നിരിക്കുന്ന പുതിയ പോസ്റ്റ്. അദ്ദേഹത്തിന് ഇവിടെ കേരള രാഷ്ട്രീയത്തിലുള്ള റോൾ എന്താണെന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത്? UDFന്റെ വാതിൽ തുറന്നോ അടച്ചോ എന്നൊന്നും പറയാനായിട്ടില്ല. അതിന്റെ ചർച്ചകൾ അതിന്റെ സമയത്ത് നടക്കുമെന്നാണ് പറയുന്നത്. അതേതാണ് ആ സമയം? സ്മൃതി, നമുക്കറിയാം PV അൻവർ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉയർത്തിയ പല വിഷയങ്ങളുടെയും ഒരു സവിശേഷത, അത് ഞങ്ങൾ അതിനു മുൻപ് ഉയർത്തുകയും ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പൊ PV അൻവർ എന്ന വ്യക്തി ഉയർത്തിയ, കേരളത്തിന്റെ പ്രതിപക്ഷം ഉയർത്തിയ കാര്യങ്ങളിലൊന്നും വസ്തുതയില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇവിടെ CPMന്റെ പ്രതി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തി ചർച്ചയിൽ ഉടനീളം ശ്രമിച്ചു കണ്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ADGP അജിത് കുമാർ, അദ്ദേഹത്തിനെതിരെ അൻവറും ഞങ്ങളും ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് മടങ്ങിയതിനെ കുറിച്ച് സ്മൃതി എന്ന ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. ഞാനത് ആവർത്തിക്കുന്നില്ല. തൃശൂർ പൂരം, അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് അജിത് കുമാറിന് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന CPIക്ക് പോലും അത് ബോധിക്കാത്ത കാര്യമാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരാം. അൻവർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അൻവർ രാജിവെക്കുമ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഉയർത്തിക്കാണിക്കുന്ന ഒരു വിഷയം വനസംരക്ഷണ നിയമത്തിൽ ഇവർ കൊണ്ടുവരുന്ന ഭേദഗതിയാണ്. അത് ഒരു നിലക്കും ഒരു ഇഷ്യൂ അല്ല എന്ന് CPM കരുതുന്നുവെങ്കിൽ അവരോട് നമുക്ക് ഒന്നും പറയാനില്ല. 400 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 1 കോടിയിൽ പരം മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. റിപ്പോർട്ടറടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയോ നമ്മൾ വനമേഖലയുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ നമ്മൾ വാർത്തകളായി വരുന്നു, എത്രയോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അവിടുത്തെ മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നം അത് ഒരു നിലക്കും ഒരു ഡിബേറ്റബിൾ അല്ല എന്ന് CPMന് തോന്നുന്നുവെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഇനി ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഇപ്പോ PV അൻവർ, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നേതൃനിരയിലേക്ക് കൺവീനർ എന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും അവിടെ നിൽക്കണം. അൻവർ പങ്കുവച്ച പല കാര്യങ്ങളും ഞങ്ങൾക്ക് കൂടി യോജിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ഈ വനനിയമത്തിന്റെ വിഷയമടക്കം ഞങ്ങൾ ഉന്നയിച്ച, ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ LDFിലുള്ള ജോസ് കെ മാണി വിഭാഗം, അവർക്ക് ഇതിൽ ആശങ്കയുണ്ട്. കാര്യം അവരുടെ മന്ത്രി അതിൽ ഒപ്പുവെച്ച് പോന്നുവെങ്കിലും ജോസ് കെ മാണി പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കുന്നുണ്ട്. അത് ആദ്യത്തെ പടിയാണ്. ഈ നിയമം പാസാക്കിയേ അടങ്ങൂ എന്ന വാശിയോടെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അവർക്കൊക്കെ രംഗത്ത് വരേണ്ടി വരും. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അപ്പോൾ യോജിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് വെക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ അയാൾ കഥ എഴുതട്ടെ എന്നാണ് രാവിലെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പ്രതികരണം അല്പം ഒന്ന് മാറ്റി. അദ്ദേഹത്തെയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോഴും അവിടെ അവർ തമ്മിലുള്ള വൈരമൊക്കെ അങ്ങാടിപ്പാട്ടായ കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ പിന്തുണ എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഒരു കുഴപ്പമായി പോയോ അൻവറിന്? UDF പ്രവേശം അത് നിങ്ങൾ വേഗം ചർച്ച ചെയ്യുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പൊതുവായ ഒരു സ്പേസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അത് ഏത് രൂപത്തിലേക്ക് വികസിച്ച് വരുമെന്ന് ഭാവി എനിക്കോ സ്മൃതിക്കോ പ്രവചിക്കാൻ കഴിയുന്ന കാര്യമില്ലല്ലോ. പിന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന രൂപത്തിലാണെന്ന് പറഞ്ഞത്. അല്ലാതെ UDFനെ ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നിലയിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. അതിനകത്ത് ഒരു ആശയക്കുഴപ്പം വന്നപ്പോൾ ഒന്നുകൂടി അതിപ്പോൾ അദ്ദേഹം ക്ലിയർ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ഇപ്പൊ CPMന്റെ പ്രതി പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സ്മൃതി നാടകത്തെക്കാൾ നാടകീയമാവും ചിലപ്പോ. ഇപ്പൊ രാഹുൽ ഗാന്ധിയോട് എന്തൊരു സ്നേഹമാണ് ഇവർക്ക്. അന്ന് PV അൻവർ അത് പ്രസംഗിക്കുമ്പോ ആർത്ത് വിളിച്ച് അതിന് കൈയടിച്ചവരാ ഇവര്. അത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു കാശക്കുഴപ്പമുണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം പിതാവിനെ കൊന്നവരോട് മാപ്പ് കൊടുത്തൊരു കുടുംബമാണത്. അപ്പൊ അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. ശരിയായ തീരുമാനത്തിലേക്ക് ശരിയായ സമയത്ത് ഞങ്ങൾ എത്തും. UDFന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് അവിടെ കോൺഗ്രസിന് അലോട്ട് ചെയ്ത സീറ്റാണ്. അവർ ആ പേര് തീരുമാനിക്കും. UDF ആ പേര് അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഒറ്റക്കെട്ട UDF എന്ന നിലക്ക് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഇനിയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ നടക്കാനിരിക്കുന്നു. ഈ കാര്യത്തിൽ ഈ രാത്രി തന്നെ ഒരു തീരുമാനം വേണമെന്ന് നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കേണ്ടതില്ലല്ലോ. ഉചിതമായ സമയം അത് ഈ രാത്രിയല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ കൃത്യമായ തീരുമാനം ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ എടുത്തു പോയാൽ ഒരു സംശയവും വേണ്ട. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.